ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് നമ്മുടെ ചെങ്ങന്നൂരാണ് കേട്ടോ. ഇവിടെ എന്താണ് വിശേഷമെന്നല്ലേ, 11ാമത് ദേശീയ സരസ് മേള 2025 ചെങ്ങന്നൂരിൽ നടക്കുന്ന വിവരം എൻ്റെ കൂട്ടുകാരിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. 2025 ജനുവരി 18 വിളംബര ഘോഷയാത്രയോടുകൂടിയാണ് ഇതിന് തുടക്കമായത്. 20-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നത്. ജനുവരി 31 വരെയാണ് ഈ മേള നടക്കുന്നത് കേട്ടോ. ഏതാണ്ട് 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന സ്ഥലത്തായിട്ടാണ് ഈ ഒരു മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 12,000-ത്തിലധികം കുടുംബശ്രീ യൂണിറ്റുകളുടെ ഒരു സമ്പൂർണ്ണ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ കഴിയും. കൂടാതെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള സ്റ്റോളുകളും ഇവിടെയുണ്ട്. 350 തൊട്ട് 400-ലധികം സ്റ്റോളുകൾ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഈ ഓരോ സ്റ്റോളുകളിലും വച്ചിരിക്കുന്നത് ഓരോരോ കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിച്ച അവരവരുടേതായ ഉൽപ്പന്നങ്ങളാണ്. അതിപ്പോൾ വസ്ത്രങ്ങളുണ്ട്, കരകൗശല വസ്തുക്കളുണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോളുകൾ കൂടാതെ രുചിയുടെ വൈവിധ്യം നിറഞ്ഞ 30-ലധികം ഫുഡ് കോർട്ടുകളും ഇവിടെയുണ്ട്. മെയിനായിട്ട് ഞാൻ വന്നതിൻ്റെ ഒരു കാരണം ഇവിടെ നമ്മുടെ അട്ടപ്പാടി സ്പെഷ്യൽ വനസുന്ദരി ചിക്കൻ കിട്ടുമെന്ന് അറിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് ടെൻറ്റുകൾ കാണുന്നത്, ഇതെല്ലാം ഇവിടെ ഓരോരോ പ്രോഗ്രാമുകൾ നടക്കുന്ന ഹോളുകളാണ്. ഞാനിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ സ്റ്റോളുകളിലേക്കാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെയും എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് തിരികെ ഇറങ്ങി വരുമ്പം കാണാം. കണ്ടില്ലേ ഇവിടെ വേ ടു സ്റ്റോൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ സ്റ്റോളുകളുടെ ഉള്ളിലേക്ക് പോകേണ്ടുന്നത്. ഇവിടെ പ്രവേശനം തികച്ചും സൗജന്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ സമയം വൈകിട്ട് 5 മണിയായി കേട്ടോ. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. ആ ഒരു ചൂടിൽ നിന്നാണ് ഞാൻ ദേ അകത്തേക്ക് കയറി വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. കാരണം പുറത്തെ ആ ടെൻറ്റൊക്കെ കണ്ട് ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നത് ഈ ടെൻറ്റിൻ്റെ ഉള്ളിൽ പുറത്തേക്കാട്ടിലും നല്ല ചൂടായിരിക്കുമെന്നാണ്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവിടെ ഇവിടെയായിട്ട് AC-യും കൂളറുകളും ഒക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കയറി വന്നപ്പോൾ ഈ കാണുന്നതെല്ലാം തിരുവനന്തപുരം ജില്ലയുടെ കുറച്ച് സ്റ്റോളുകളാണ്. ഇനി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരെ ബോറടിപ്പിക്കുന്നില്ല. ഞാനിവിടെ എന്തൊക്കെയാണോ ഇപ്പോൾ കാണാൻ പോകുന്നത്, ഞാൻ എന്തൊക്കെയാണോ ഇവിടെ കാണുന്നത്, അതൊക്കെ ഞാൻ അതുപോലെ എൻ്റെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഏതായാലും ഇവിടെ വന്ന് ഈ ഒരു മേള കാണാൻ സാധിക്കാതെ പോയ പലർക്കും ഈ ഒരു കാഴ്ചകൾ ഉപകാരമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ഇത്രയും കാലം അങ്ങനെ അല്ലാതായപ്പോൾ നമുക്ക് കടകളിലൊന്നും വയ്ക്കാനും സൂപ്പർ മാർക്കറ്റുകളൊന്നും നമ്മളെ സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ ജില്ലാ മിഷന് സർക്കാർ കൂടെ പറഞ്ഞു, എന്തായാലും നിങ്ങൾ നല്ല സാധനങ്ങൾ ചെയ്യുന്നു, അപ്പോൾ കവർ നല്ലതാക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ അല്ലാത്ത സാധാ കവറിൽ മെഴുകുതിരി വെച്ചൊക്കെ ഒട്ടിച്ചല്ലേ ഞങ്ങൾ കൊണ്ടുവച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മളെ എങ്ങും വയ്ക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ മെഴുകുതിരി വെച്ചൊട്ടിക്കും. അങ്ങനെ ILOയുടെ ട്രെയിനിങ് തന്നു 2 വർഷം കൊണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ബ്രാൻഡ് ഇത് പോയി SOP പ്രകാരം ബില്ലുകളായി ലാബ് ടെസ്റ്റ് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ കാണുന്നതൊക്കെ കൊല്ലം ജില്ലയുടെ കുടുംബശ്രീ യൂണിറ്റുകളാണ്. ഇത് വയനാട് ജില്ലയുടെ ഒരു സ്റ്റോളാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, നമുക്ക് നിത്യോപയോഗത്തിന് പറ്റിയ തരത്തിലുള്ള മുളയിലും ചിരട്ടയിലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളാണ്. ഇതൊക്കെ കണ്ടിട്ട് എല്ലാം വാങ്ങിക്കൊണ്ട് പോകാൻ തോന്നുക. എല്ലാം ഒരുപാട് ഇഷ്ടമായി. ഇത് കണ്ടോ, ഇങ്ങനെ കോല് പോലെ കാണുന്ന ഇത് നമ്മൾ പ്ലേറ്റുകളൊക്കെ കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് ഇങ്ങനെ വെക്കുന്ന സ്റ്റാൻഡില്ലേ, അതാണിത്. ഇത് കണ്ടോ, ഇത് കൊള്ളാമല്ലോ. ചക്കയുടെ ലോകം ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു സ്റ്റോളാണ് കേട്ടോ. ഓരോ ജില്ലയ്ക്കും വിവിധ സ്റ്റോളുകളുണ്ട്. ഞാൻ എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നീളം കൂടിപ്പോവും. ഇത് കണ്ടോ, ചക്കയുടെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. വിവിധ ഉൽപ്പന്നങ്ങൾ, ചക്കക്കുരുവും ചക്കമടലും ചക്കച്ചവണിയും ചക്കച്ചോളയും ഇത് എല്ലാം ഇവിടെ വിവിധ രൂപത്തിലിരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സ്റ്റോൾ നമ്പർ 21 ഭരണിയിലെ അച്ചാർ. വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ഇവിടെ ഭരണികളിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ആലപ്പുഴ ജില്ലയുടെ ഒരു സ്റ്റോളാണ്. കണ്ടില്ലേ, കരകൗശല വസ്തുക്കൾ. ഈ ചിരട്ടത്തവിയൊക്കെ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടോ? ഇപ്പോഴത്തെ തലമുറയിലെ പല കുട്ടികൾക്കും ചിരട്ടത്തവിയൊന്നും എന്താണെന്ന് പോലും അറിയത്തുണ്ടായിരിക്കത്തില്ല അല്ലേ. ഇത് കണ്ടില്ലേ, നിലവിളക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്ത് ഭംഗിയാണല്ലേ. മൊബൈൽ സ്റ്റാൻഡുകൾ, നിലവിളക്ക്, എന്തൊക്കെയാണോ നമുക്ക് ഓരോ വീട്ടിലേക്ക് നിത്യ ഉപയോഗത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇതുപോലെ ചിരട്ടയിലും മുളയിലും ചകിരിയിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ ചെറിയ ബോട്ടിലുകളിലായിട്ടിരിക്കുന്ന ഈ സാധനങ്ങൾ എന്താണെന്ന്. താടി വളരാൻ, മീശ വളരാൻ, കണ്ണിന് താഴത്തെ കറുപ്പ് നിറം പോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഈ ഇരിക്കുന്നത്.
ദേ ഇത് കണ്ടോ, ഇവിടെ ചുണ്ടൻ വള്ളങ്ങളും ബോട്ടുകളും ഒക്കെ ഇരിക്കുന്നത്. ഇത് കാണുമ്പോഴേ ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് ആലപ്പുഴ ജില്ലയുടെ സ്റ്റോൾ ആയിരിക്കുമെന്നുള്ളത്. ഈ ഒരു സ്റ്റോള് പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഒക്കെ വിത്ത് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു സ്റ്റോളാണ് കേട്ടോ. കോഴിക്കോടിൻ്റെ സ്റ്റോളിൽ പിന്നെ നമുക്ക് പറയാതെ എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ മെയിനായിട്ട് കോഴിക്കോടൻ ഹൽവ. സ്റ്റൂളാണ്. 5-in-1 പ്രോഡക്റ്റ് ആണിത്. ഇടിയപ്പം ഉണ്ടാക്കാം, തേങ്ങ ചിരവാം, ഇറച്ചിമീൻ എടുക്കാം, പച്ചക്കറി ഏരിയ നോർമൽ സ്റ്റൂളായിട്ട് കയറി ഇരിക്കുകയും ചെയ്യാം. എല്ലാം ഉള്ളിലോട്ട് പോയി അടച്ചു വെച്ചാൽ ഇതേപോലൊരു സ്റ്റൂളാണ്. അത് ആ ഇരിക്കുന്നൊക്കെ ആ സെയിം സാധനങ്ങൾ 30 രൂപയുടെ. ഇടുക്കിയ അല്ലേ? ഞങ്ങൾ തൊടുപുഴ, ഇടുക്കി റിപ്രസെൻ്റ് തൊടുപുഴയത് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റാണ്. ഞങ്ങൾ ആമസോൺ സെല്ലറാണ്. ഇത് കാസർഗോഡ് ജില്ലയുടെ ഒരു സ്റ്റോളാണ്. ഇതിൽ തേങ്ങയുടെയും കരിക്കിൻ്റെയും ഒക്കെ ഉൽപ്പന്നങ്ങളാണ്. ദേവിയുണ്ടല്ലേ, പഴയകാല മിഠായികളുടെ ഒരു സ്റ്റോളാണിത് കേട്ടോ. ഇതിൻ്റെ മുന്നിലേക്ക് അടുക്കാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല തിരക്കുണ്ട്. അപ്പം എനിക്ക് പറ്റുന്ന പോലെ ദൂരെ നിന്ന് മുകളിലൂടെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ എന്നറിയില്ല കേട്ടോ. ഇതിൻ്റെ മുന്നിൽ കണ്ടില്ലേ, പുതിയ തലമുറയിലെ കുറച്ച് കുഞ്ഞു കുട്ടികൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ഒപ്പം വന്ന് നിൽക്കുകയാണ് ഇത് വാങ്ങാൻ. ഇതിന് ടേസ്റ്റ് എന്താണെന്ന് പോലും ഒരു പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തുണ്ടായിരിക്കില്ല. അവരും കഴിച്ചു നോക്കട്ടെ അല്ലേ.
ഇത് കണ്ടോ, എന്ത് രസമുണ്ട് കാണാനല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ എത്ര സമയം എടുക്കും. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? നെല്ലാണ്. ഇതേണ്ട ഡബ്ബയ്ക്കകത്തുനിന്ന് എടുത്ത് കൊടുക്കുന്നത് തേൻ നെല്ലിക്ക. ഒരു നെല്ലിക്കയ്ക്ക് 10 രൂപയെന്നാണ് പറയുന്നത്. ഇതുവരെ കണ്ട സ്റ്റോളുകളിൽ പലതും കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ളതായിരുന്നു കേട്ടോ. എന്നാൽ ഇത് കണ്ടോ, ഇത് ഹരിയാനയുടെ ഒരു സ്റ്റോളാണ്. ഇതിൽ ചെരുപ്പുകൾ, കോലാപൂരി ചെരുപ്പ്, പണ്ട് ഞാൻ അംബാലയിൽ ഉണ്ടായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തുള്ള കടകൾ അവിടെ. ഇനി അങ്ങോട്ടുള്ള സ്റ്റോളുകളൊക്കെ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇത് കണ്ടില്ലേ, ഇത് ആന്ധ്രാപ്രദേശ്, അങ്ങനെ കുറേ അങ്ങോട്ട് കാണുന്നുണ്ട്. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ത്രിപുര എന്നൊക്കെ പറഞ്ഞ് നമുക്കതൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെ സ്റ്റോളുകളാണ് കേട്ടോ. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അയ്യോ തണുക്കുന്നതെന്നൊക്കെ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എ സിക്കും കൂളറിനൊക്കെ നല്ല കൂളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് പൂക്കളിരിക്കുന്നതാണോ, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. അയാളുടെ കയ്യിലെടുത്തപ്പോഴാണ് മനസ്സിലായത് അത് പ്ലാസ്റ്റിക്കാണെന്നുള്ളത്. ഞാനത് ഒറിജിനലാണെന്ന് ആദ്യം വിചാരിച്ചു കേട്ടോ. നല്ല അടിപൊളി മാലകളും വളകളും കമ്മലും മോതിരവും ഒക്കെ ഉണ്ട് കേട്ടോ. അരുണാചൽ കുട്ടികൾക്കുള്ള മാജിക് ബുക്കുകളാണ്. അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കാം, മാജിക് ഉപയോഗിക്കാം. ഈ കാണുന്നത് നോർത്ത് ഇന്ത്യൻ അച്ചാറുകളുടെ ഒരു സ്റ്റോളാണ് കേട്ടോ. വിവിധ തരം അച്ചാറുകൾ ഇവിടെയുണ്ട്.
കാട്ടുകുളത്തിൽ ഒരു പീസ് ആയിട്ട് കിട്ടുമോ? പീസ് ആകുമ്പോഴാണ് കറക്റ്റാണ്. 120 രൂപ ഉണ്ട്. 5 പീസ് എടുക്കണമെങ്കിൽ 100 രൂപ ലാഭമുണ്ട്. വേണ്ടി എടുത്തോളൂ. ഇത് കൊള്ളാവേ കാണാൻ. നല്ല സാരിയാണ്. ചുരിദാർ മെറ്റീരിയൽ. चूड़ीदार मटेरियल कितना है? 800. Amethyst, very lucky stone. Lucky stone. Ring stone. ഇത് എവിടുത്തെയാ? മഹാരാഷ്ട്ര. पंजाबी जुत्ती स्लीपर वैली, पंजाबी आइटम, पंजाबी जुत्ती आइटम, परांदे दुपट्टे पंजाब का ഇതെന്താണെന്ന് മനസ്സിലായോ? പണ്ട് ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലേക്കായിരുന്നു അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നത്. ഇന്നത് സ്റ്റീലിലുള്ളതൊക്കെയായി. തിരുകാന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വകയായിട്ടുള്ള കോക്കനട്ട് ഷെൽ സ്റ്റോളാണ് കേട്ടോ. കൃഷ്ണാഞ്ജലി എന്നാണ് പേര്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ചിരട്ടകൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന സാധനം, ചായ കുടിക്കുന്ന കപ്പ്, വേണ്ട വൈൻ കപ്പ് വരെയുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. ഷോക്കേസിൽ വെക്കുന്ന കുറച്ച് സാധനങ്ങളാണ്, ഫ്ലവർ വേസ് പോലെയുള്ളത്, പിന്നെ സാമ്പ്രാണത്തിരിയൊക്കെ കത്തിക്കുന്നത്, വേണ്ട ആമ, ഇതെനിക്ക് തോന്നുന്നു മുതലയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ. വേണ്ട നമ്മുടെ കിണ്ടി ഇരിക്കുന്നതുണ്ടോ, കിണ്ടി, അതുപോലെ വേണ്ട നിലവിളക്ക്, പിന്നെ മതാചാരപ്രകാരമായിട്ടുള്ള പല പല രൂപങ്ങൾ. ഇതൊക്കെ ഇങ്ങനെ ചിരട്ടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം കഴിവ് തന്നെയാണല്ലേ. എത്ര ദിവസത്തെ പണിയായിരിക്കും. ഇതെന്നാ സാധനം? ഒരു കപ്പ് പോലെ തോന്നുന്നു, അടപ്പൊക്കെ ഉണ്ട്, ജഗ്ഗാന്ന് തോന്നുന്നു, കിണർ, പിന്നെ ചെടികൾ. ഇതൊക്കെ ഇങ്ങനെ ചിരട്ടയിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം അല്ലേ. വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. കുറച്ചേറെ നടന്ന് കുറേ സ്റ്റോളുകളൊക്കെ കണ്ടു കഴിയുമ്പം നമ്മൾ നേരെ ചെന്ന് എത്തുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ഞങ്ങളിപ്പോൾ എന്താണ് ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നടന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഇവിടെ നിന്നൊന്നും മാറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റോളുകളിലേക്ക് പോകാനായിട്ട്. ഇവിടെ തന്നെ ഇപ്പം 30-ലധികം സ്റ്റോളുകൾ അതേ കാണുന്നുണ്ട്, നമ്പർ എഴുതി വെച്ചേക്കുന്നത്. അവിടെയായിട്ട് കൂപ്പണിൻ്റെ കൗണ്ടറുണ്ട്. അവിടുന്ന് നമ്മൾ കൂപ്പൺ എടുത്തിട്ട് വേണം ഫുഡ് സ്റ്റോളുകളിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിക്കാനായിട്ട് പോകേണ്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പറഞ്ഞല്ലോ. എനിക്കപ്പം വനസുന്ദരി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇവിടെ പാൽക്കപ്പ, കപ്പ വേവിച്ചത്, മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറേയേറെ ഓരോ ജില്ലയുടെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്റ്റോളുകളുണ്ട് കേട്ടോ. എല്ലാം ഒന്നും ഞാൻ കൂട്ടുകാരെ കാണിക്കുന്നില്ല. വനസുന്ദരിയുടെ അടുത്തെത്തുമ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഫുഡ് കൗണ്ടറിൽ മറ്റുള്ള ഫുഡ് കൗണ്ടറുകളിൽ കണ്ടതിലും കൂടുതൽ തിരക്ക് കണ്ടാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത്, ഇതാണ് ഞാൻ തിരക്കി നടന്ന നമ്മുടെ അട്ടപ്പാടി കൗണ്ടർ. അട്ടപ്പാടിയിലെ വനസുന്ദരി കോഴി കഴിക്കാൻ നിൽക്കുന്ന ഒരു തിരക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വനസുന്ദരി കോഴി ഇവിടെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ 200 രൂപ, പാഴ്സലാക്കി കൊണ്ടുപോകാനാണെങ്കിൽ 210 രൂപ. അപ്പം ഞാനും 200 രൂപയുടെ ഒരു കൂപ്പണാണ് എടുത്തിരിക്കുന്നത്.
മനസുന്ദരി കോഴി വാങ്ങി ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു തീരുമാനം കേട്ടോ. പിന്നെ ഊരുകാപ്പി വേണമെങ്കിൽ അതിന് 20 രൂപയാണ്. ഊരുകാപ്പി ഒന്നും ഞാൻ വാങ്ങിയില്ല, അത് പിന്നൊരിക്കലാകട്ടെ എന്ന് വെച്ചു. രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ലല്ലോ. ഇത് കണ്ടില്ലേ അവർ ഉണ്ടാക്കുന്നത്. 10-15 മിനിറ്റായിട്ട് ഞാനിവിടെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നേരം മുതൽ ഇവർ തേണ്ട കണ്ടോ ഈ ചിക്കൻ ഇട്ട് ഇങ്ങനെ ഇടിച്ച് പൊടിച്ച് അതിനെ ആ തവയുടെ അടിയിൽ തീയും കത്തിച്ചിട്ടുണ്ട്. അതിനിങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇപ്പം എന്തേ മൂത്തതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും എന്തേ ചിക്കൻ കഷ്ണങ്ങൾ കണ്ടോ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് വെക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു എന്തോ മസാല ചേർത്ത് ഇവർ പുഴുങ്ങി കൊണ്ടുവച്ചേക്കുന്ന ചിക്കനാണെന്ന് തോന്നുന്നു. ആ ചിക്കനെല്ലാം പെറുക്കി ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. ആ ചിക്കനെ അങ്ങനെ തന്നെ എല്ലോടുകൂടി ഇടിച്ച് പൊടിക്കുകയാണ്. പൊടിച്ചിട്ട് ഇതിന് പ്രത്യേകിച്ച് മസാലയൊന്നും ചേർക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതിന് പച്ചക്കളർ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയും വല്ലതും ചേർക്കുമായിരിക്കാം. നോക്കാം നമുക്ക് ഏതായാലും എങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ആ ചിക്കനൊക്കെ വേണ്ട എല്ലോടുകൂടി തന്നെ കുറച്ച് ഇടിച്ച് പൊടിച്ചിട്ട് കണ്ടോ വേറൊരു പാത്രത്തിൽ നിന്ന് പച്ച നിറത്തിലുള്ള എന്തോ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു പച്ചമുളകോ മല്ലിയിലയോ അങ്ങനെയൊക്കെ ആയിരിക്കും. മൊത്തത്തിൽ പച്ച നിറമാണ്. ആദ്യം മൂത്തതെല്ലാം വേണ്ട ക്യൂവിൽ നിൽക്കുന്നവർക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. 2 ദോശയും കുറച്ച് ഈ ചിക്കനും പിന്നെ ചെറിയൊരു ചമ്മന്തി പോലെയുണ്ട്. പിന്നെ സാലഡുണ്ട്, ക്യാബേജും ക്യാരറ്റും ഒക്കെയാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാനുള്ളതാണ് ഇപ്പോൾ ഈ കൊടുക്കുന്നത്. അങ്ങനെ എനിക്കുള്ളതും കിട്ടി കേട്ടോ. ഇത് കണ്ടില്ലേ പാത്രം നിറച്ച് ഇടിച്ച് പൊടിച്ച കുറച്ച് ചിക്കനുണ്ട്, 2 ചെറിയ ദോശയുണ്ട്, ചമ്മന്തി, ഒരു സാലഡ്. ഇത് കണ്ടോ ഇവിടുത്തെ ക്യൂവ്. ഇതെല്ലാം ഈ വനസുന്ദരി വാങ്ങാൻ നിൽക്കുന്നവരാട്ടോ. അങ്ങനെ വനസുന്ദരി കഴിക്കണമെന്നുള്ള ആഗ്രഹം സഫലമായി കേട്ടോ. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റിയാണ്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഇത് തന്നെയാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് നമുക്കറിയില്ല. അതിന് അട്ടപ്പാടിയിൽ പോയി ഒരു ദിവസം കഴിച്ചു നോക്കാം അല്ലേ. ഇത് കണ്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ അടുത്ത കാണുന്നത് ഐസ്ക്രീം പാർലറാണ്. അപ്പോൾ പിന്നെ ഐസ്ക്രീം കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചു കേട്ടോ. അതൊന്നും കാണിച്ച് ഞാൻ എൻ്റെ കൂട്ടുകാരെ ബോറടിപ്പിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഇതുപോലെ കുട്ടികൾക്ക് ഉള്ള കുറച്ച് ഏരിയയാണ് കേട്ടോ. കുട്ടികൾക്കല്ല മുതിർന്നവർക്കുള്ളതും ഉണ്ട്. കുറച്ച് ഇങ്ങനെ ഗെയിമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടത്തേക്ക് പോയി ഞങ്ങൾ അതിലൊന്നും കയറാനൊന്നും പോയില്ല. കപ്പലണ്ടി വറക്കുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്യേണ്ട കപ്പലണ്ടിയൊക്കെ ഇച്ചിരി വാങ്ങി മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ അതേ ഫ്ലവർ ഷോയും പെറ്റ് ഷോയും നടക്കുന്നുണ്ട്. ഇവിടെ കയറുന്നതിന് മാത്രം എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 30 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുക കേട്ടോ. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാവേ. വിവിധ നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും വിൽക്കാൻ വെച്ചേക്കുന്നതല്ല, ജസ്റ്റ് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാലും 30 രൂപ കൊടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെയായിട്ട് നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സെൽഫി പോയിൻറ്റുകൾ പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. 30 രൂപയും കൊടുത്തകത്ത് കയറിയതല്ലേ, അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കാനുള്ള പോയിൻറ്റുകളിലൊക്കെ ഇരുന്ന് ഞങ്ങളും കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കുകയാണേ. പിന്നെ 30 രൂപ കൊടുത്ത് കയറുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഇതിൻ്റെ ഉള്ളിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. ഫ്ലവർ ഷോ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നമ്മൾ പെറ്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്കും വരേണ്ടത്. അതെ, ഇവിടെ ഞങ്ങളിപ്പോൾ പെറ്റ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ കുറച്ച് കിളികളെ കാണാം. പക്ഷേ ഇത് ഏത് രാജ്യത്തു നിന്നുള്ള കിളികളാണെന്നോ ഈ കിളികളുടെ പേരെന്താണെന്നോ അങ്ങനെയൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. കിളികൾ ഇങ്ങനെ കൂട്ടിൽ കിടപ്പുണ്ട്. അതുങ്ങൾ എന്തൊക്കെയോ കൊത്തിപ്പിറക്കി കഴിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണോ പുറത്താണോ എന്നറിയില്ല. അത്യാവശ്യം ഫിലിം സോങ്ങുകളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും. അതുകൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലെല്ലാം വേറെ മ്യൂസിക് കയറ്റുകയാണ് കേട്ടോ.
ഇങ്ങനെ പാമ്പിനെ എടുത്തു പിടിച്ചോ ദേഹത്ത് വെച്ചോ ഒക്കെ ഫോട്ടോ എടുക്കുന്നതുണ്ട്. പിന്നെ ബേഡ്സിനെയൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് ഫോട്ടോ എടുക്കാം. പിന്നെ ഇഗ്വാനയും ഉണ്ട് കേട്ടോ. ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനുള്ള ധൈര്യമുള്ളവരാണെങ്കിൽ 50 രൂപയാണ് അതിനുള്ള ചാർജ് കേട്ടോ. അങ്ങനെ ഫ്ലവർ ഷോയും പെറ്റ് ഷോയും ഒക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ തട്ടുകടകൾ പോലെയുള്ള കടകളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെന്തുവാ? അത് ഓസിന് കളക്ട് ഓസിനോ? ഓസിനെ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? ഓസിന് നമുക്ക് അതേമാതിരി ഇങ്ങനെ കളക്ട് സാമ്പിളാണ്. പൈപ്പിൽ കളക്കിയ ഓസിലാണ്. ആ ഓക്കെ. അടിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് വരും. ഇത് തിരിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരും. ഇത് വന്നിപ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ പറഞ്ഞെടുക്കാം. അതിൻ്റെ ബോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഈ പമ്പ് എടുക്കാൻ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബോട്ടിൽ കൂടെ ഇതിലോട്ട് പ്രഷർ വരും. ആ പ്രഷറാണ് ഈ തള്ളുന്നത്. ആ പ്രഷറാണ് ഇവിടെ വരുന്നത്. പഴയകാല ചിത്രങ്ങളും ക്യാമറകളും ഫിലിമുകളും ഒക്കെയാണ് ഈ ഒരു സ്റ്റോളിൽ കാണാൻ കഴിയുന്നത് കേട്ടോ. രാജസ്ഥാൻ ഹോം മെയ്ഡ് പിക്കിളിൻ്റെ ഒരു കൗണ്ടറാണിത് കേട്ടോ. വിവിധ തരത്തിലുള്ള അച്ചാറുകൾ ദേ ഇവിടെ ഇരിപ്പുണ്ട്. ടേസ്റ്റ് ചെയ്യാനും കൊടുക്കുന്നുണ്ടേ. ഇത് കയർ ഫുഡിൻ്റെ ഒരു സ്റ്റോളാണ്. ചകിരി കൊണ്ടുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങൾ നമുക്കിത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ചകിരി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ പഴയകാല മിഠായിയുടെ ഒരു സ്റ്റോൾ കൂടി കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് മിഠായികളൊക്കെ വാങ്ങിയാണേ. ഇത് മത്സ്യഫെഡിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ. ഇവിടെ തന്നെ ഈ പാക്കറ്റിൽ കാണുന്നത് റെഡി ടു കുക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത മീൻകറി ഇല്ലേ, അതിൻ്റെ ഒരു കിറ്റാണ്. ഇത് ഫുഡ് സപ്ലിമെൻറ്റ് ആൻറ്റി ഫാറ്റ് ഫോർമുല എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മീൻ അച്ചാർ. അങ്ങനെ കുറച്ചേറെ സാധനങ്ങൾ ഈ ഒരു സ്റ്റോളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഉണക്കമീനുകളൊക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ആറ്റിൻകര എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഒരു സ്റ്റോൾ കാണാം കേട്ടോ. അത്യാവശ്യം വലിയൊരു സ്റ്റോളാണ്. ഇവിടെ ബെഡ്, മാട്രസ്, സോഫ കംബഡുകൾ, സോഫ സെറ്റുകൾ, അങ്ങനെ പലതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡോക്ടർ പ്ലസിൻ്റെ ഒരു സ്റ്റോൾ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മെയിനായിട്ട് വാങ്ങാൻ കിട്ടുന്നത് മസാജിങ് ഉപകരണങ്ങളാണ്. അതും ഇലക്ട്രിക് മസാജിങ് ഉപകരണങ്ങൾ. ഇന്ന് പലർക്കും അത് വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതുവഴി പോകുന്ന ഓരോരുത്തരെയും വിളിച്ച് നിർത്തി മസാജ് ചെയ്ത് അതിൻ്റെ ഉപയോഗവും ഗുണങ്ങളും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതും എന്നൊക്കെ കാണിച്ച് തന്നെ നമുക്ക് വിശദമായിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങളെയും വിളിച്ച് നിർത്തി കുറച്ച് മസാജൊക്കെ ചെയ്തു തന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഇനി കൂടുതൽ നടക്കാനുള്ളൊരു ആരോഗ്യമില്ലാത്തൊരവസ്ഥയായി. മസാജ് ചെയ്തതുകൊണ്ടല്ല കേട്ടോ. കാരണം ഇത് വലിയൊരു ഏരിയയിലാണല്ലോ ഇവിടെ മേള നടക്കുന്നത്. ഇതിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ ഞങ്ങളിപ്പോൾ നടന്ന് കണ്ടു കഴിഞ്ഞു. അപ്പം നടന്ന് ക്ഷീണിച്ചത് കൊണ്ടാണേ. അതുപോലെ രാത്രിയായി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് ഇത് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.